ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവിടെ നൽകിയിട്ടുള്ള ചില ദൈവരാജ്യ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എഫേസസ് ലേഖനം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുലിഖിതമാണ് നാം ആദ്യമായിട്ട് പരിചിന്തനത്തിന് എടുക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. മാമോദീസയിലൂടെ യേശുവിനോട് ഐക്യപ്പെടുന്ന ഒരു വ്യക്തിയെ എത്ര വലിയ ഒരു കാര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം എന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അടുത്തത്, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി. മഹത്വത്തിൻ്റെ സമൃദ്ധി. അവകാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവകാശം, നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു നല്ല ഇന്നോവ കാർ കണ്ടു, ഉടനെ നിങ്ങൾക്ക് അതിനകത്ത് കയറിയിരുന്നാൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അത് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് അതിനകത്തൊന്നുമില്ല, ഒരവകാശവും ഇല്ല, അത് വേറൊരാളുടെയാണ്. എന്നാൽ നിങ്ങൾ നല്ല പൈസ കൊടുത്ത് നല്ലൊരു ഇന്നോവ കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരിക്കാനും അത് കൊണ്ടുപോകാനും അതിനെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാനും അതെല്ലാത്തിനുള്ള പൂർണ്ണ അധികാരവും അവകാശവും അധികാരവും ഏതാണ്ട് ഒന്നിച്ചു പോണ സംഗതിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ മേൽ ഒരു അവകാശമുണ്ട്, കാരണം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, നിങ്ങളുടെ സ്വന്തമാണത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ മാമോദീസ മുങ്ങി യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് അവകാശമായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്നാണ് മഹത്വത്തിൻ്റെ സമൃദ്ധി. അപ്പോൾ ഈ രണ്ട് കാര്യം, ഒന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്കൊരു പ്രത്യാശയുള്ളവരാണ്, നമുക്ക് വലിയ പ്രതീക്ഷ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട്, നമുക്ക് അവകാശമായി വിശുദ്ധരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വിശുദ്ധരെന്ന് പറഞ്ഞാൽ ആരോ? വിശുദ്ധരെന്ന് പറഞ്ഞാൽ മാമോദീസ മുങ്ങിയ എല്ലാവരെയും യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് തൻ്റെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ബൈബിൾ വിളിക്കുന്ന വാക്കാണ് വിശുദ്ധർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം അംഗീകരിക്കുന്നില്ല. എന്താ അംഗീകരിക്കാത്തതെന്നറിയാമോ? ഞാൻ മാമോദീസ മുങ്ങി എൻ്റെ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ചു, എൻ്റെ പാപവും പാപമാർഗങ്ങളെക്കുറിച്ച് ഞാൻ അനുതപിച്ച് ഏറ്റു പറഞ്ഞു, ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാനൊരു വിശുദ്ധനായി എന്ന കാര്യം നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലിരുന്ന് പിശാച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നീ ഒരു പാപിയാണ്, നീ ഒരു പാപിയാണ്, നീ ഒരു മഹാപാപിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഏതാണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതം, അപ്പോൾ നമ്മളും തോന്നുകയാണ് ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കും. ഹല്ലേലൂയ. അങ്ങനെ പറയും തോറും നമ്മളങ്ങനെ അവിഞ്ഞ് പാപിയായിട്ട് തന്നെ പോകുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ശ്ലീഹ മാമോദീസ മുങ്ങിയ വിശ്വാസികളുടെ സമൂഹത്തിൽ ചെല്ലുമ്പോൾ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ശ്ലീഹ വിളിക്കുന്നത് എഫേസൂസിലെ വിശുദ്ധരേ, എഫേസൂസിലെ വിശുദ്ധരേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വീഴ്ചകളോ ചില കുറ്റങ്ങളോ ചില കുറവുകളോ ഉണ്ടായിരിക്കും. ആ കുറ്റങ്ങളും കുറവുകളും ഓർത്തിട്ടാണ് നമ്മൾ പറയണത് നമ്മൾ പാപിയാണെന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണ്? എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമ്മളത് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ഏറ്റു പറയുക. അത് നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ പാപി പാപി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് പാപത്തെ പാപമായി അംഗീകരിച്ച് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം എൻ്റെ യേശു എനിക്കെന്ന വിശുദ്ധിയെ ഞാൻ ഏറ്റു പറയുക. എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ എനിക്ക് പകർന്നു തന്ന വിശുദ്ധിയെ ഞാൻ ഏറ്റു പറയണം. ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്താൽ വിശുദ്ധനാക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്താൽ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്.
എനിക്ക് സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, എൻ്റെ അപ്പൻ പിതാവായ ദൈവമാണ്, എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന യേശുവാണ്, എനിക്കൊരു കാര്യം വന്നാൽ നോക്കാൻ ആളുണ്ട്, യേശു എൻ്റെ കാര്യം നോക്കും, ഞാൻ വിശുദ്ധനാണ്, എൻ്റെ വിശുദ്ധി യേശു ക്രിസ്തു എനിക്ക് സൗജന്യമായി തന്ന യേശുവിൻ്റെ വിശുദ്ധിയോളം വലിപ്പമുള്ള, യേശുവിൻ്റെ വിശുദ്ധിയോളം ആഴമുള്ള, യേശുവിൻ്റെ വിശുദ്ധിയോളം അഗാധതയുള്ള ഒരു വിശുദ്ധിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ ചെറിയ 1-2 പ്രവൃത്തികൾ അത് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുമ്പസാരത്തിനേറ്റ് പറയും, ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശ് മരണത്താൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയണം. മറിച്ച് നമ്മൾ എപ്പോഴും പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതം എല്ലാം ഇരുളടഞ്ഞു പോകും. നമ്മൾ എത്രമാത്രം ഉയർന്നു കാണുന്നുവോ അത്രമാത്രമാണ് വികസനം ഉണ്ടാവുള്ളൂ. ആത്മീയ ജീവിതം വികസിച്ച് വരണമെങ്കിൽ അത്രമാത്രം നമ്മൾ ഉയർന്നു കാണണം. ഉയർന്നു കാണുമ്പോൾ വെറുതെ ഭാവന കണ്ടാൽ പോരാ, ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവവചനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കാഴ്ചപ്പാടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന ബോധ്യം എങ്ങനെയാണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലായി കഴിഞ്ഞു. നിങ്ങൾ ദൈവമകൾ, ഒരു വിശുദ്ധനും അപ്പുറത്താണത്. യോഹന്നാന്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാത്താൻ തരുന്ന നുണചിന്തയല്ല നാം അടിസ്ഥാനപരമായി സാത്താൻ എപ്പോഴും നുണചിന്ത തന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും നല്ലതല്ല, നീ ഒന്നും അത്ര നല്ലതൊന്നുമല്ല, നീ പാപിയാണ്, നീ ഒരു കെട്ട പാപിയാണ്, നിനക്ക് ഇത്ര അനുഗ്രഹം തന്നിട്ട് നീ എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യണത്, നീ ഇന്നലെ അങ്ങോട്ട് കുമ്പസാരിച്ചിട്ട് ഇന്നലെ രാത്രി പോയി ദേഷ്യപ്പെട്ടില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ യേശുവിൻ്റെ സ്വഭാവമാണ്, യേശു ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. യേശുവിൻ്റെ സ്വഭാവമാണ് അതെല്ലാം ഏറ്റെടുത്ത് ഈ ആളെ ഉയർത്തി നിർത്തുക, പാപത്തിൻ്റെ കുഴഞ്ഞ ചെറ്റിൽ നിന്ന് രക്ഷയുടെ പാറയിൽ കൊണ്ട് ഉയർത്തി നിർത്തുക. അതിനുവേണ്ടി യേശു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോമാലേഖനം 10:12-13 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഈ വചനം കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരുപക്ഷെ മാമോദിസ മുങ്ങി 150 വർഷത്തെ പാരമ്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിലും മാമോദിസ ഇതുവരെ മുങ്ങിയിട്ടില്ല, ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയും, ഒരു 45 വർഷമായിട്ട് മദ്യപിച്ച് പള്ളിയിൽ പോകാതിരിക്കുന്ന വ്യക്തിയും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കൃപ വർഷിക്കുമ്പോൾ പുതിയ കൃപകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യഹൂദനും ഗ്രീക്കുകാരനും ഇപ്പോൾ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. ഈ ഒരു കർത്താവ് എല്ലാവരെയും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഇപ്പോൾ നീ നിൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തിട്ട്, യേശുവേ ഞാനിതാ നിന്നെ സ്വീകരിക്കുന്നു, എൻ്റെ പാപം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യേശുവിന് നിൻ്റെ ഹൃദയം കൊടുത്താൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ആത്മാവ് പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ സ്ഥാനം നമ്മൾ കൊടുക്കണം. യേശു പറഞ്ഞ വാക്കുകൾക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകൾ ആയി മാറിക്കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിനുള്ളത് മുഴുവനും നമുക്കുള്ളതായി മാറും. അതാണ് അനുഗ്രഹീത പ്രത്യാശ. സ്വർഗസ്ഥനായ പിതാവിനുള്ള മുഴുവൻ സമ്പത്തും നമ്മുടെ ആയി മാറിക്കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിനുള്ള സ്വർഗസ്ഥനായ പിതാവിന് എവിടെയൊക്കെ അധികാരമുണ്ടോ അവിടെയൊക്കെ നമുക്കും അധികാരമുണ്ട്. നമ്മളിങ്ങനെ നടന്ന് വെറുതെ ഇങ്ങനെ, നമ്മൾ നിസ്സാര ആളുകളല്ല. പിന്നെ ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും ഈ സ്വർഗസ്ഥനായ ഈ അപ്പൻ്റെ മകൾ എന്ന നിലയിൽ വേണം നമ്മൾ നടക്കാൻ, നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അതൊരു ഭാവനയല്ല, ഒരു ദൈവ വചന സത്യമാണ്.
ദൈവവചന സത്യമാണത്. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പിതാവിനോട്, പിതാവേ ഇതാ ഈ പൊട്ടക്കിണറ്റ് വെള്ളമില്ല, വെള്ളം ഗുമുഗുമാന്ന് വരട്ടെ എന്ന് പറയണം. ഞാൻ ഓർക്കേണ്ട ഒരു സാക്ഷ്യം, ഒരു കുടുംബം ഒരു കിണർ കുത്തി, 10 കോലിൽ വെള്ളം വരുമെന്ന് പറഞ്ഞു, 12 കോല് വരുമെന്ന് പറഞ്ഞ് 15 കോല് കഴിഞ്ഞ് 16 കോല് കഴിഞ്ഞ് 17 കോല് കഴിഞ്ഞ് വെള്ളം കാണുന്നില്ല. ഈ കുടുംബത്തിന് ടെൻഷനായി, നിരാശയായി. അപ്പോൾ ഈ കുടുംബത്തിലെ നല്ല വിശ്വാസമുള്ള സ്വർഗസ്വനായ പിതാവിൻ്റെ മകൾ എന്ന ബോധമുള്ള ഒരമ്മയുണ്ടായിരുന്നു. എൻ്റെ പേര് തങ്കമ്മ ജോസ്. തങ്കമ്മ ജോസ്. എവിടെ നിന്നാണമ്മ? കൊട്ടിയൂർ. കൊട്ടിയൂർ. അപ്പം അവിടെ പറഞ്ഞോളൂ. എൻ്റെ മകൾക്ക് ഒരു കിണർ കുത്തിയ അനുഭവമാണ്. പാൽച്ചുരത്ത് ആണ് മകൾ താമസിച്ചിരിക്കുന്നത്. അവിടെയാണ് കിണർ കുത്തുന്നതിന് വേണ്ടി പോയത്. 12:30 കോലാകുമ്പം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാണ് കിണർ കുത്ത് തുടങ്ങിയത്. 12:30 കഴിഞ്ഞ് 13 കഴിഞ്ഞ് 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16 കഴിഞ്ഞ് 17 കഴിഞ്ഞ് എന്നിട്ടൊന്നും വെള്ളമില്ല. അങ്ങനെ എല്ലാവരും വളരെ അസ്വസ്ഥമായി. എല്ലാവരോടും കുറേ പ്രാർത്ഥനകളെല്ലാം യാചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 18 കോല് കഴിഞ്ഞ് 19 കോല് കഴിഞ്ഞു എന്നിട്ടും വെള്ളമില്ല. അങ്ങനെ വളരെ ദുഃഖിച്ച് വിഷമത്തിലായിരിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീയും കൂടെ വാ, ഇവിടെ വന്ന് ഇവിടുന്ന് അച്ഛൻ വെള്ളവും മണ്ണും ഒക്കെ വെഞ്ചരിച്ച് തന്നാൽ അവിടെ കൊണ്ടുപോയിട്ടാൽ വെള്ളം കിട്ടും, നീയും കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാനതനുസരിച്ചു. 17-ാം തീയതി ശനിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളിവിടെ വന്നു. ഇവിടുന്ന് അല്പം മണ്ണ് ഇവിടുന്ന് തന്നെ എടുത്ത് ഒരു കുഞ്ഞു കൂടിനകത്ത് എടുത്തു, അല്പം വെള്ളവും അച്ഛൻ വെഞ്ചരിച്ച് തന്നു. ആ വെള്ളം അവിടെ കൊണ്ടുപോയി തിങ്കളാഴ്ച പണിസ്ഥലത്ത് അവിടെ ചെന്ന് പണിക്കാർ പണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പണി തുടങ്ങാം, അതുകൊണ്ട് പണി ഇപ്പം തുടങ്ങണ്ട എന്നും പറഞ്ഞ് മക്കളും കൊച്ചുമക്കളും അവിടുത്തെ ആ വീട്ടിലെ അമ്മയും, അതായത് മകളുടെ അമ്മായിമ്മയും എല്ലാവരും ഉണ്ട്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അവരൊക്കെ വലിയ നിരാശയില്ല. അപ്പം ചേച്ചിയോട് പറഞ്ഞു, അമ്മ തന്നെ ഈ കിണറ്റിൽ അച്ഛൻ തന്നുവിട്ട വെള്ളവും ഈ മണ്ണും ഒക്കെ ഒന്ന് എന്നിട്ട് നമുക്ക് പണി തുടങ്ങിയാൽ മതി പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി പണിക്ക്. ചേട്ടന്മാർ വന്നപ്പം ചേട്ടന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങല്ലേ, 2 മിനിറ്റ് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പണിക്ക് ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് അവർ പണിക്ക് ഇറങ്ങാതെ അവിടെ തന്നെ നിന്നു. ഞങ്ങളെല്ലാവരും കൂടെ കിണറ്റുകര ചെന്ന് വന്ന് കൈ കോർത്ത് പിടിച്ച് 3 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി. എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഈ മണ്ണും ഈ വെള്ളവും ജലവും കുറച്ച് ചേച്ചി തന്നെ ഇട്ടോളാൻ പറഞ്ഞു. ചേച്ചി അതുപോലെ തന്നെ എൻ്റെ ഈശോയെ എനിക്ക് വെള്ളം തരണേന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു പിടി മണ്ണും വാരി അതിനകത്ത് ഇട്ടു. ഈ വെള്ളവും അല്പം ഒന്നിങ്ങനെ തളിച്ചു. ഞങ്ങൾ ആ കിണറ്റിലേക്ക് നോക്കുന്ന പോലുമില്ല ഞങ്ങൾ അമ്മമാരൊന്നും. പക്ഷേ മകന് കിണറ്റിലേക്ക് നോക്കുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, വെള്ളം കൊമള പൊട്ടി ചാടി വന്നു. എന്നത്തേനും 2 മിനിറ്റ് നോക്കിയേ. ഈ അമ്മമാരുടെ പ്രത്യേകത ഉണ്ടാവും. അവരിതിട്ടു ഇനി പണിക്കാർ കുഴിച്ച് വെള്ളം ഉണ്ടാക്കട്ടെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് നല്ല വിശ്വാസം. ആ കുട്ടി ഇതിട്ടല്ലേ വെള്ളം വന്നോന്ന് അവ പോയി തലയിട്ട് നോക്കി. അപ്പൊ നോക്കുമ്പോ 2 മിനിറ്റ് കഴിഞ്ഞില്ല വെള്ളം കുമ്പള അങ്ങോട്ട് ശരിക്കും ആ ഉറവ തുറന്നങ്ങോട്ട് പമ്പിൽ നിന്ന് വെള്ളം വരണോ വിശ്വസിക്കാൻ പോലും കഴിയാതെ ഞങ്ങൾ കണ്ടിലേക്ക് എല്ലാവരും കൂടെ നിലവിളിച്ച് കിണറ്റ് കരയിൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ വലിയ കൂട്ടം നിലവിളി കിണറ്റിന്റെ കരയില്. ഉടനെ അടുത്തുള്ളവരെല്ലാരും കൂടെ ഓടി വന്നു. ഈ നിലവിളി കേട്ടത് ആരോ കിണറ്റി പോയെന്ന് വിചാരിച്ചു ഓടി വന്നു. അവർ വിചാരിച്ചു പണിക്ക് ഇറങ്ങിയവരാരോ കിണറ്റി വീണതാന്നോർത്തോണ്ട് അവർ ഓടി വന്നു. വഴക്കം കൂടിക്കൊണ്ടാണ് വരുന്നതാ, നിങ്ങൾ എന്നാ പണിയെ അവിടെ കാണുന്നത് കാണിക്കുന്നത്. അപ്പം അടുത്ത് നിന്ന പണിക്കാർ ചേട്ടന്മാർ പറഞ്ഞു, കിണറ്റി വെള്ളം കിട്ടി, ഇവർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും വെള്ളം കിട്ടി, അതുകൊണ്ട് ഇവർ സന്തോഷം കൊണ്ട് കാറി വിളിച്ചതാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ അമ്മമാരുടെ ആ വിശ്വാസത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, ഇത് ഇട്ടിട്ട് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് വെഞ്ചരിച്ച വെള്ളം കണ്ടു പറഞ്ഞ് യേശുവിനെ ആ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താ, യേശുവിലും പിതാവിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണ് ഏറ്റു പറയുന്നത്. അത് 3 തവണ ഏറ്റു പറഞ്ഞ് മണ്ണങ്ങട് ഇട്ടു, യേശുവേ എന്ന് പറഞ്ഞ് മണ്ണങ്ങട് ഇട്ടു. 2 മിനിറ്റ് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് മോശയോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കരയണത്, ആ കയ്യിലെ വടി കണ്ട് നീട്ടി, നീ ആരാന്ന് വിചാരിച്ചു, നീ ദൈവത്തിൻ്റെ ആളാണ്, നീ കൈ വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടി കടൽ 2ആയി മാറി, വഴിയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഈ ഒരു ദൈവവചനം അങ്ങോട്ട് അംഗീകരിച്ചാൽ ദൈവപിതാവിൻ്റെ ശക്തി, ദൈവപിതാവിന് അധികാരമുള്ള എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ മക്കളും
അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, വിടുതലുണ്ടാവും. പിന്നെ സ്വർഗസ്വനായ പിതാവിൻ്റെ അടുത്ത് ചെന്ന് തരണേ തരണേ, അങ്ങനെ നിൽക്കരുത്. വചനം അറിയാത്ത ജാതികളാണ് അങ്ങനെ നിൽക്കണത്. നിങ്ങളങ്ങനെ നിൽക്കരുത്. നിങ്ങളൊരു ഭക്തനല്ല, നിങ്ങൾ പുത്രനാണ്, നിങ്ങൾ പുത്രിയാണ്. നിങ്ങൾ ചെന്നിട്ട് അപ്പാ വെള്ളം ഉണ്ടാകട്ടെ, ഇത്രയും പറഞ്ഞാൽ മതി. മോശ ആ വടി നീട്ടിയ മാതിരി നിങ്ങളുടെ പ്രാർത്ഥന തന്നെ മാറണം. ദൈവവചനത്തിൽ നിന്ന് ഉത്ഭൂതമായ പുതിയ പുതിയ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ തരുന്നതിലും നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുന്നതിനും ദൈവത്തിന് സന്തോഷം മാത്രമാണുള്ളത്. ഞാനിത് പ്രാർത്ഥിച്ചാൽ ഇനി ദൈവത്തിന് ഇഷ്ടക്കേടാകുമെന്ന് വിചാരിക്കരുത്. സ്വർഗസ്വനായ പിതാവിനുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതിൽ സ്വർഗസ്വനായ നിങ്ങൾ എടുക്കുന്നതിൽ ഹീ ഈസ് വെരി ഹാപ്പി. നിങ്ങൾ എടുത്തെന്ന് വിചാരിച്ചു നിങ്ങൾ പിന്നാലെ വന്ന് പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചെല്ലുക, പിതാവേ എനിക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്, എനിക്ക് നല്ല ബുദ്ധി വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് സമാധാനം വേണം, എനിക്ക് വിശുദ്ധി വേണം. അപ്പോൾ അത് പറയണം. നമ്മൾ ചെന്ന് വിശുദ്ധി ചോദിച്ചെടുക്കണം. എനിക്ക് കുറച്ച് വിശുദ്ധി വേണം. സ്വർഗസ്വനായ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വിശുദ്ധി സ്വീകരിക്കുക. ജെറമിയയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം, ജെറമിയ 3:19. എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എന്ന് പറഞ്ഞ ആരാ? സ്വർഗസ്വനായ പിതാവ്. ഞാൻ നിങ്ങളുടെ അപ്പൻ എത്രയേറെ ആഗ്രഹിച്ചു, പക്ഷെ നടന്നിട്ടില്ല. എന്താ കാരണം? നിങ്ങൾ ഈ ധർമ്മക്കാരൻ ചെന്ന് പറയണമാതിരി തരണേ തരണേ തരണേ, അത് കാണുമ്പോൾ തന്നെ സ്വർഗസ്വനായ പിതാവിന് സങ്കടമാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധി യേശുവിനെ നാമത്തിൽ ചെല്ലുക. പിതാവായ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ആവശ്യം പിതാവ് ഏറ്റവും നല്ലത് നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും നല്ലത് നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കണം. എന്നിട്ട് പിതാവിൻ്റെ സന്നിധി ചെന്ന് അത് സ്വീകരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 32-ാം തിരുലിഖിതം, സുപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും അവനോടുകൂടെ സ്വർഗത്തിലുള്ള പിതാവിനുള്ള സമസ്തവും, സ്വർഗസ്ഥനായ പിതാവിനുള്ള സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ആ ചോദ്യം ഒരു വേദന എന്നുള്ള ചോദ്യമാണ്. നീ എന്ത് കൺസെപ്റ്റാണ് നിനക്ക് എന്നെക്കുറിച്ചെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഞാൻ നിൻ്റെ അപ്പൻ, നിനക്ക് വേണ്ടി എൻ്റെ പുത്രൻ യേശുവിനെ പോലും പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു തന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലുള്ള സമസ്തവും, നിങ്ങളിപ്പോൾ ചെന്നിട്ട് വരാം എനിക്ക് സ്വർഗത്തിലുള്ള മുഴുവനും വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതുപോലും സ്വർഗസ്വനായ പിതാവ് തരും. കാരണം അതിനേക്കാൾ വലുത് സ്വപുത്രനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു എന്നാണ് സ്വർഗസ്വനായ പിതാവ് പറയണത്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഇന്ന് നിങ്ങൾ പറയണത് എനിക്ക് വേണ്ടി അന്തോന്യൂസ് പുണ്യാളം പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ വട്ടായലച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പേപ്പറൊക്കെ എഴുതി തരുമല്ലോ അല്ലേ, അതിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ. പക്ഷെ അതെല്ലാം ഒരു ചെറിയ കാര്യമാണ്. മഹത്വത്തിൻ്റെ സമൃദ്ധി എന്ന് പറയണത് നമുക്ക് ഒരാവശ്യം ഉണ്ടായാൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ആയിരിക്കും. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാം തിരുലിഖിതം, മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. എന്ന് പറഞ്ഞാൽ യേശു ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി നിൽക്കുകയാണ്. പിതാവിനോട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും പ്രധാന വ്യക്തി യേശുവാണ്. അത് നമ്മൾ കാണുന്നത് റോമാലേഖനം 8-ാം അധ്യായം 33-34 തിരുലിഖിതങ്ങൾ. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും
ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി ഏറ്റവും അധികമായി ഇടപെടുന്നത് യേശുവാണ്. ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരനെ നമ്മൾ പരസ്പരം വിളിച്ച് പറയും, അച്ഛാ പ്രാർത്ഥിക്കണം, സിസ്റ്റർമാരെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ വേറെ പല മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ചെയ്യും. പക്ഷേ ദൈവവചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പ്, എനിക്ക് വേണ്ടി എൻ്റെ യേശു പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ യേശുവിനെ ഓർക്കണുണ്ടോ? ഈ ഇത്രയും വലിയ മഹിമ എനിക്കുണ്ടെന്ന്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് യേശു ആണെന്നുള്ള ആ ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ യേശു ഉണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കണം. ചില കാര്യങ്ങളിൽ പരിശ്രമിച്ച് പരാജയപ്പെട്ട ആളോട് കർത്താവിന് താല്പര്യമില്ല എന്ന് വിചാരിക്കരുത്. ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ മനസ്സിൽ സാത്താൻ വെക്കുന്ന ഒരു കൗശല ചിന്തയാണ്. ഹല്ലേലൂയ. ഞാൻ എത്രമാത്രം പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിലും ഞാൻ എൻ്റെ യേശുവിൽ ഒരു പുതിയ ജീവിതത്തിന് സാധ്യതയുള്ള ആളാണ്. എന്നിലുള്ള ആശ്രയം അധികം മാറ്റിവെച്ച് ഞാൻ എൻ്റെ യേശുവിനെ ആശ്രയിക്കണം. ഹല്ലേലൂയ. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ പത്രോസ്ലീഹ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. പത്രോസ്ലീഹ എപ്പോഴും യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിരുന്നു. അവസാനം പത്രോസ്ലീഹയ്ക്ക് മനസ്സിലായി, യേശുവിനെ ഞാൻ സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, യേശു എന്നെ രക്ഷിക്കണം എന്ന് പത്രോസ്ലീഹയ്ക്ക് മനസ്സിലായി. അദ്ദേഹം ആ കോഴി കൂവിയ സമയത്ത് പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞ് ആ സമയത്ത് യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പം നമ്മളിൽ കൂടുതൽ ആശ്രയിക്കുകയും യേശുവിൽ അധികം ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ ആദ്യം തന്നെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, എനിക്ക് വേണ്ടി എൻ്റെ യേശു ഉണ്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇടപെടും, എൻ്റെ ഈ ജീവിതം തകർന്നിട്ടില്ല, ഇതിനപ്പുറത്ത് യേശു എനിക്ക് പുതിയ ഒരു പ്രഭാതം ഒരുക്കും. ഇത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഒരുപാട് പേര് യേശുവിനെ ഭയപ്പെട്ടിരിക്കുകയാണ്. യേശു എന്നെ ശിക്ഷിക്കും, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ട് ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ തകർന്നു പോയല്ലോ, ദൂർത്തപുത്രനെ പോലെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ യേശുവിനെ സമീപിക്കാൻ ഭയപ്പെടുകയാണ്. പക്ഷേ ഏത് അവസ്ഥയിലാണെങ്കിലും യേശുവേ ഇതുപോലെ തകർന്നതാണ്, എനിക്ക് സ്വർഗത്തിലും അങ്ങല്ലാതെ ആരുമില്ല, ഭൂമിയിലും അങ്ങല്ലാതെ ആരുമില്ല, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ച് കരയണം. യേശുവിനെ നാമം വിളിച്ചപേക്ഷ യേശു എനിക്ക് വേണ്ടി ഇടപെടും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങൾ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, അവൻ നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെ മനസ്സിലിരിക്കുന്ന ധാരണ എങ്ങനെയാണ്? പാപം ചെയ്ത് കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പാപം ചെയ്ത് കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വിട്ടുപോകും, പിന്നെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും ഞാനെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പിതാവായ ദൈവം നമുക്ക് തരുന്ന ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കാൻ അയക്കപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഇട്ടിട്ട് പോകുന്നില്ല. അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മിൽ വേദനയോടെ നിലനിൽക്കുകയാണ്. ഒരിക്കലും വേർപിരിയാത്ത ഒരു കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പാപത്തിലാണെങ്കിലും തകർച്ചയിലാണെങ്കിലും ആ ആത്മാവ് നമ്മളെ വിട്ടുപോകണില്ല. നിങ്ങളിപ്പോൾ പാപത്തിരിക്കുന്ന ആത്മാവ് ഒരു ജീവിതമാണെങ്കിലും നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് വരുമെന്ന് പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പാപം കൊണ്ട് മൂടപ്പെട്ടു, അനുതപിക്കാൻ പറ്റുന്നില്ല, വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ വേദനിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവോട് സഹായം ചോദിക്കുക. പരിശുദ്ധാത്മാവേ, ഞാൻ ഇതുപോലെ തകർന്നൊരാത്മാവാണ്,
ഞാൻ ഇതുപോലെ ഒരു കഠിന ഹൃദയനാണ്, എൻ്റെ ഹൃദയം ദുഷ്ടമാണ്, എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, യേശു നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. പിതാവായ ദൈവത്തിനുള്ള സമസ്ത കാര്യത്തിലും അവകാശം തരാൻ പിതാവ് സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഒരുപാട് പേരുടെ മനസ്സിലിരിക്കുന്ന ചിന്ത നമ്മൾ മരിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മഹത്വം ദൈവം നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകളും അറിയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുന്നതോടുകൂടെ അവൻ്റെ ജീവിതത്തിലെ മഹത്വത്തിൻ്റെ നാളുകൾ ആരംഭിക്കുകയാണ്, മഹത്വത്തിൻ്റെ സമൃദ്ധി കൊടുക്കുകയാണ്. നാം പരിശുദ്ധ ത്രിത്വത്തിലുള്ള ജീവിതം, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, ഈ മൂന്ന് ത്രിയേക ദൈവത്തിലെ മൂന്ന് ആളുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഒരു ഉറപ്പ് വേണം. നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവെ തിരുരക്തം കൊണ്ട് കഴുകുകയാണ്. അതിനുശേഷം പിതാവേ, എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ, എനിക്കുള്ള മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ. എൻ്റെ സ്വർഗസ്ഥന അപ്പൻ്റെ മുഴുവൻ സമൃദ്ധിയും എനിക്കുള്ളതാണ്. എൻ്റെ അപ്പൻ്റെ മുഴുവൻ സമൃദ്ധി, സ്വർഗത്തിലുള്ള സമസ്തവും ഏൽപ്പിച്ച് തരാതിരിക്കുമോ? ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, പിതാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ പിതാവ്, സർവശക്തനായ യേശു, സർവശക്തനായ പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ മുമ്പിലുണ്ട്, അവൻ എൻ്റെ പുറകിലുണ്ട്, അവൻ്റെ കരം എൻ്റെ മേലുണ്ട്, അവൻ എൻ്റെ ഓരോ നടപ്പും എൻ്റെ ഓരോ ഇരിപ്പും അവൻ കാണുന്നു. എൻ്റെ മേൽ 24 മണിക്കൂറും അവനുണ്ട്, അവൻ്റെ ശ്രദ്ധയുണ്ട്, എന്നെക്കുറിച്ച് അവൻ വിചാരപ്പെടുന്നുണ്ട്. ജെറുസലേമിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായി അവനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾ ഓരോരുത്തരുടെ മേലും വലിയ കൃപാവര സമൃദ്ധി ഇപ്പോൾ ആവസിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, മന്ദത മാറട്ടെ, കർത്താവേ ഭയങ്ങൾ മാറട്ടെ, ഹൃദയത്തിലെ എല്ലാ തരം ശൂന്യതകളിലേക്ക് ദൈവകൃപ വന്ന് നിറയട്ടെ. കർത്താവേ, വെള്ളപ്പൊക്കത്തിൽ വരണ്ട ഭൂമി കുതിരുന്നത് പോലെ ഈ രാത്രി എല്ലാ മാനസങ്ങളും, എല്ലാ ആത്മാവും, എല്ലാ ആത്മാക്കളും, എല്ലാ ഹൃദയങ്ങളും ദൈവകൃപയിൽ കുതിരട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ആബാ പിതാവേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ എത്രമാത്രം ഹൃദയം തുടങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ? ആത്മാവിൻ്റെ തകർച്ച, ഹൃദയത്തിൽ തളം കെട്ടിക്കിടന്ന വേദന, ഇതെല്ലാം ദൈവ സന്നിധിയിലേക്ക് ധാരധാരയായി ജലധാര പോലെ ചൊരിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, പിതാവേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഭയപ്പെടേണ്ട മകനേ, മകളേ, ആബാ നിന്റെ
നിന്റെ ദൈവമല്ലേ. ആബാ പിതാവേ, ഭയപ്പെടേണ്ട മകനേ മകളേ, അപ്പാ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ.